ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു മെക്സിക്കൻ അമേരിക്കൻ സ്ട്രീറ്റ് ഫുഡാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്, ചിക്കൻ ബെറിറ്റോസ്. അപ്പോൾ ഞാനിത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വേണ്ട മസാല പേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചിക്കനിലേക്ക് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മെക്സിക്കൻ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കൈമ അരിയാണ്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബസ്മതി റൈസ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പേസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ 3 അല്ലി വെളുത്തുള്ളിയും 1 തക്കാളിയും 1 പകുതി ഉള്ളിയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരി ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് 1 പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ഇത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ സ്റ്റോക്കൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്ന വരെ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നത് അതേ കപ്പിൽ തന്നെ വെള്ളം കൂടി അളക്കുക. ഞാനിപ്പോൾ 1.5 കപ്പ് അരിയാണ് എടുത്തത്. അതുകൊണ്ട് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം ഇതിന് നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെയാണ്. അങ്ങനെ നമ്മളുടെ മെക്സിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 12 മിനിറ്റ് കൊണ്ട് എനിക്കിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ്റെ ചൂട് നന്നായിട്ട് മാറി വരുമ്പോഴേക്കും നമുക്കിത് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. നിങ്ങൾക്കൊരു ഫുൾ പീസായിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ടോർട്ടില്ല റാപ്സ് ആണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോർട്ടില്ല റാപ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി വേണ്ടത് ബേക്ക് ബീൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മേലെ കാണുന്ന ഐ ബട്ടണിലും വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കുറച്ച് മയോണൈസും ഫ്രഞ്ച് ഫ്രൈസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ക്യാബേജ് ലീവ്സ് ആണ്. ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5 സ്ലൈസ് ചീസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് റാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ ചപ്പാത്തി എടുത്ത് വെക്കുക. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ മെക്സിക്കൻ റൈസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ചിക്കൻ പീസസ് ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബേക്ക് ബീൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മേലെ ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുക. കുറച്ച് ക്യാബേജ് ലീവ്സും വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മയോണൈസും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ അകത്തെ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ വേണം റാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒരു റാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന കൂടി നമുക്ക് റാപ്പ് ചെയ്ത് വെക്കാം.
ഇനി ഇതിലെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്രിൽ പാനാണ് എടുത്തിരിക്കുന്നത്. ഏത് പാൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ഓരോ ബറിറ്റോസും നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് വീതം 2 സൈഡും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവുകയും ചെയ്യും. ഇതൊക്കെ നന്നായിട്ടൊന്ന് സെറ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ബറിറ്റോ ഒരു ബട്ടർ പേപ്പറിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ ചിക്കൻ ബറിറ്റോ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒന്ന് മുറിച്ച് കാണിക്കാം. ഇത് ശരിക്കും നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻസിൽ പറയുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നീട് കാണാം.